സംവിധായകനും നിർമ്മാതാവുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ സംവിധായിക കൂടിയായ അതിജീവിത കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു. തുറന്നുപറച്ചിൽ നടത്തിയത് ഒരു പ്രമുഖ ദിനപത്രത്തിലൂടെ തന്നെയാണ്. നിശബ്ദയാക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം. അതിൽ അതിജീവിതയായ അവരുടെ പേര് പറഞ്ഞു തന്നെയാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും പേര് പറയുന്നതിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയട്ടെ. ആശി ജോസഫാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. അവർ പറയുന്നത് അന്നത്തെ ദിവസം തനിക്ക് എന്താണ് നേരിടേണ്ടി വന്നത്, എത്ര വലിയ ദുരനുഭവമാണ് നേരിടേണ്ടി വന്നത് എന്ന് അവർ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പിന്നാലെ ഒരുപാട് ആലോചിച്ച ശേഷമാണ് പരാതി നൽകിയത്. വിശദമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഒരു കത്ത് നൽകി. പക്ഷേ എന്നിട്ടും FIR ഇടാൻ ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തത് എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ആ ലേഖനത്തിൽ അവർ വലിയ രീതിയിൽ തന്നെ വിവരിക്കുന്നുണ്ട്. എന്തായാലും ആ ലേഖനത്തിന് പിന്നാലെ ഇപ്പോൾ അത് ചർച്ചയാവുകയാണ്. പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. വേണ്ടപ്പെട്ടവർക്കെതിരെ പരാതി വരുമ്പോൾ അവർക്ക്, അതായത് ഈ കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രമോദ് സർ, മറ്റ് ഗതിയില്ലാതെയാണോ അവർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടാവുക? കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവർ അത് തുറന്നു പറഞ്ഞത്? ദിവ്യ, ഇതിൽ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ പുതിയൊരു മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിജീവിതമാർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അവർ പരസ്യമായി തന്നെ രംഗത്ത് വന്ന് തങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്നും എന്തു തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഒക്കെ അവർ തുറന്നു പറയുന്ന ഒരു പുതിയൊരു പ്രസ്ഥാനം രൂപം കൊണ്ടുവരികയാണ്. സീറോ ടോളറൻസ് എന്ന നിലയിൽ അവരതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ സംശയിക്കാനില്ല. നമ്മൾ മുന്നോട്ട് വരണം, തുറന്നു പറയണം. പേരുൾപ്പെടെ തൻ്റെ പേരും മുഖവും ആളുകൾ കാണണം. താൻ പേരും മുഖവും ഇല്ലാത്ത ഒരാളായി അതിൻ്റെ ഒരു രണ്ടാം പീഡനമായിട്ട് അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. അതെ, അവരങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നമ്മൾ പലതിലും കണ്ടു. ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ കന്യാസ്ത്രീ ആക്രമണ കേസിലെ അവർ രംഗത്ത് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഈവൻ ആക്ടേഴ്സ് കേസിൽ തന്നെ അതിജീവിതയായിട്ടുള്ള നടി രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്, അവർ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പുതിയൊരു സമീപനമാണ്. അത് ഇനിയും ഞങ്ങൾ മറഞ്ഞിരിക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ്. അതാണ് ആശയുടെയും കൂടി ഒരു പുതിയ സമീപനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ലതാണ്. അത് ഇനിയും വളരട്ടെ എന്ന് തന്നെയാണ്. കാരണം പലപ്പോഴും ഇവർ മറഞ്ഞിരിക്കുന്നതോടുകൂടി രണ്ടാമത് ഒരു വട്ടം കൂടി അവരെ മുഴുവൻ ഈ നിലയിൽ എന്താ പറയുക, പീഡിപ്പിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രതികൾ പോലും അത് ആ ഒരു എന്താ പറയുക മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ അദൃശ്യത ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ആ അദൃശ്യത കൊണ്ടായിരിക്കും ഇവർക്കൊക്കെ ഒരു സുരക്ഷ കിട്ടുന്നത് എന്നും തോന്നുന്നുണ്ട്. നമ്മൾ നിയമപരമായ ഒരു പരിരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംഗതി വന്നതെങ്കിലും അത് നേരെ വിപരീതമായ ഫലം ഉളവാക്കുന്നുണ്ട് എന്ന നിലയിലാണ് ഇപ്പോഴവരെ തന്നെ കാണുന്നത്. അപ്പോൾ ആശയുടെ ഈ രംഗപ്രവേശത്തോടുകൂടി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറെക്കാലമായിട്ട് അറിയുന്ന ആളാണ് ആശ. നമ്മളീ കണ്ട WCCയുടെ പ്രവർത്തനങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റ് ധാരാളം പേരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന സന്ദർഭങ്ങളിലായാലും അവിടെയെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്. അവർ പറഞ്ഞിരിക്കുന്ന ആ സംഗതി തന്നെ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇത്തരത്തിലുള്ള ആശ പറയുന്ന ആശയ്ക്ക് അങ്ങനെയൊരു സംഭവം ഇനിയും ഉണ്ടാവില്ലായിരിക്കും, അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞില്ല എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് ആ ഒരു തോന്നലിനെ സമ്പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നു. അത് സൃഷ്ടിക്കാവുന്ന ആഘാതം ഒന്ന് ആലോചിച്ച് നോക്കൂ ദിവ്യ. അതാണ് എന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആക്ടേഴ്സ് കേസ്, നടിയാക്രമണ കേസ് കഴിഞ്ഞു, ഈ പറയുന്ന മറ്റ് പല സംഗതികളും വന്നു, ഹേമ കമ്മിറ്റി വരുന്നു, അതിനെക്കുറിച്ച് ഇത്രയും വിപുലമായ ചർച്ച നടക്കുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ IFFKയിലേക്ക് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വളരെ വിശിഷ്ടരായി നമ്മൾ കരുതുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ 1-to-1 ആയിരുന്നു സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഒരു സ്ത്രീയാണ് അവർ വിചാരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് ഇത് പുരോഗമിച്ച് നിൽക്കുന്നൊരു സമയമാണല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ സംഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ആശ പറയുന്നൊരു വാക്കുണ്ട്. അതായത് എന്താണ്, ഇപ്പോൾ
നമ്മളൊക്കെ ഈ IFFK സിനിമകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഇതാണല്ലോ ഇതെങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതെന്തായാലും അങ്ങനെ തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അത് എത്ര പെയിൻഫുൾ ആവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും അത് തുറന്നു പറഞ്ഞ് അവർ രംഗത്ത് വന്നു. അപ്പോഴാണ് നമ്മൾ കാണേണ്ടത് എന്താണ്, ഇത്രയും തുറന്നു പറഞ്ഞ് അവർ രംഗത്ത് വന്നതിൻ്റെ ദിവസം തന്നെ നമ്മളുടെ സാമൂഹ്യ നീതി വകുപ്പ് അല്ലേ, ആർ ബിന്ദു മിനിസ്റ്ററോട് ചോദിക്കുകയാണ്, മാധ്യമങ്ങളെ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവരൊരു കാര്യം പറയുകയാണ്. അവരുടെ ലേഖനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, അത് ഞാൻ വായിച്ചിട്ടില്ല. ദിവ്യ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ അവരുടെ ചുമതല കേരളത്തിലെ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നമ്മൾ അവരെയാണ് ജനാധിപത്യത്തിൽ നമ്മൾ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൈകളിലാണ് അതുള്ളത് അല്ലേ. ആ മിനിസ്റ്റർ എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞു, ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈകളിലാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറയുകയാണ് ഞാനിത് വായിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇവരുടെ പണി? അങ്ങനെ ഒരാളുടെ ഒരു അവസ്ഥ ഒരു അവസ്ഥാവിശേഷം അവരെഴുതിയത് അന്ന് രാവിലെ കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്തോ ഒരു വലിയ അഭിമാനത്തോടെ പറയുന്ന പോലെ പറയാം, ഞാനത് കണ്ടില്ല, ഞാനത് വായിച്ചില്ല. അതേസമയം സർക്കാരെല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലയിൽ വളരെ നിരുത്തരവാദപരമായി പ്രതികരിക്കുന്നത്. ഇതേ സംഗതിയാണ് മറ്റിടത്തുനിന്നും എല്ലാം നമ്മൾ പിന്നീടും കാണുന്നത്. അപ്പോൾ അവർ കടന്നു വന്ന ആ ദിവസങ്ങളിലെ സംഗതി അവർ പിന്നീട് അതിനുശേഷമുള്ള ഇൻ്റർവ്യൂകളിൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. എന്തുമാത്രം അസ്വസ്ഥതകളും അനിശ്ചിതത്വങ്ങളും ഒക്കെയാണ് അവരെ ഹോണ്ട് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കും. ഓരോ ദിവസവും ഇത് മുഖ്യമന്ത്രിക്ക് ഈ കത്തയച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് FIR ഇട്ടില്ല, അവരിടുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഡിയയിൽ വാർത്ത വരികയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഞെട്ടൽ, അപ്പോൾ പിന്നെ എന്താണ് FIR എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള അവരുടെ വല്ലാത്ത ചോദ്യം. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് പിന്നീടും ഇതിനകത്ത് എന്താണ് പ്രതിക്ക് ഇത് കിട്ടുന്നു, മുൻകൂർ ജാമ്യം കിട്ടുന്നു ആരോഗ്യ കാരണങ്ങൾ കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആക്രമണം നടത്തുമ്പോൾ വളരെ തൊട്ട് പിന്നാലെയാണ്, ഇത്രയും ദിവസങ്ങളല്ലേ ആയുള്ളൂ, അപ്പോൾ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം അയാൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ സിസ്റ്റം മൊത്തം സ്ത്രീക്കെതിരാണ് എന്നൊരു തോന്നലിലേക്ക് അവർ എത്തിച്ചുവെങ്കിൽ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. അത് ഇപ്പോൾ ആശ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ മുൻപന്തിയിൽ നിന്ന് വരിക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് WCC ഉണ്ടാവുക. ഇതേ സിനിമയുടെ ഒരു ലോകത്തു നിന്ന് തന്നെയാണ് വീണ്ടും വരുന്നതെന്ന് ആലോചിക്കണം. സിനിമയിൽ ഇത്രയധികം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്ന് അതിനകത്ത് തീവ്രമായ പരിശോധനകളും അതുമല്ല അക്കാദമിയിലും ശരിയാ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോഴും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം, എനിക്ക് മുമ്പ് ഒരു തവണ കൃത്യമായി തന്നെ അജിംസ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഇത്തരം വിഷയങ്ങളോട് ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. അത് ആശയുടെ കേസിലും വ്യക്തമാണ്. അത് അവർക്ക് കൈകാര്യം ചെയ്യുന്നതിൽ അത്ര താല്പര്യമില്ല എന്ന നിലയിലല്ല എന്നെ കണ്ട, അത് ആ വിഷയത്തോട് പൊതുവിൽ അവർ സ്വീകരിക്കുന്ന ഇതിപ്പോൾ ഇതും കൂടിയാണല്ലോ, ഇതൊരു എന്താ പറയുക ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഇതിൻ്റെ എല്ലാം ചുമതലക്കാരൻ എന്നാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയിട്ട് പോലും സംഭവിച്ചൊരു കാര്യം ഇതാണെങ്കിൽ ഈ വിഷയങ്ങളോട് സ്ത്രീകളോടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള സമ്പൂർണ്ണമായ പരാജയം, ആ നിലപാടിലെയും അത് ആക്ഷനിലെയും സമ്പൂർണ്ണമായ പരാജയം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇതെന്ന് പറയേണ്ടത്. സജിംസി, സ്ത്രീ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്കൊപ്പം എന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണോ? കപട നിലപാടാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഞാൻ ഈ ആഷാച്ചി ജോസഫ് മനോരമയിൽ എഴുതിയ ലേഖനവും ഇന്ന് ഏഷ്യാനെറ്റിൽ ബിനു വി ജോൺ നടത്തിയ അഭിമുഖവും ഞാൻ സൂക്ഷ്മമായി കണ്ടു. ഞാൻ അഭിമുഖം ഒന്നുകൂടി കേട്ടു, 2 പ്രാവശ്യം കേട്ടു. ഇത്ര ക്ലാരിറ്റിയോടുകൂടി, ഇത്ര വ്യക്തതയോടുകൂടി, ഇത്ര ബ്രെവിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരു അഭിമുഖം ഞാൻ സമീപകാലത്ത് കണ്ടിട്ടില്ല. ബിനു വി ജോണിൻ്റെ ചോദ്യങ്ങളും അത്ര പക്വതയോടുള്ള ഒരു വിക്ടിമിനോടുള്ള ഇൻ്റർവ്യൂ ആണ് നമുക്ക് തോന്നുന്നൊരു ബഹുമാനം തോന്നുന്ന ചോദ്യങ്ങൾ എന്ന് പറയാം. അത്ര നല്ല ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അതിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യം, ആ സ്ലോഗൻ യഥാർത്ഥത്തിൽ അക്കൗണ്ടബിലിറ്റിയെ മറച്ചു വയ്ക്കുന്ന ഒന്നാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായി പറയുന്നത്, ഒന്ന്, ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയില്ലാത്ത വിധം പൊതുവിടങ്ങളെ സുരക്ഷിതമാക്കേണ്ട ജോലി ആരുടേതാണ്? ഭരണകൂടത്തിൻ്റെതാണ്. അപ്പോൾ ഭരണകൂടം അത് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇരകളോട് പരാതിപ്പെടാൻ പറയുന്നു, വിക്ടിംസിനോട് പരാതിപ്പെടാൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുക്കുക എന്ന പ്രൊസീജിയർ തന്നെ
ഒരു ശിക്ഷയായി മാറുകയാണ് വിക്ടിമിന്. അത് അവർ പറയുന്നത് എനിക്ക് ഇത്രയും അവർക്ക് മുതിർന്നൊരു മകളുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക്, എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ അവർ ഒരു സാധാരണ സ്ത്രീയല്ല, അവർ സിനിമാ അധ്യാപികയാണ്, ഈ പറയുന്ന സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ ആളാണ്. അങ്ങനെ എന്നെപ്പോലെ എന്ന് അവർ അതങ്ങനെയാണ് പറയുന്നത്. എന്നെപ്പോലെ ഒരു സ്ത്രീക്ക് ഇത് നേരിടുന്നെങ്കിൽ, ഈ പ്രശ്നം നേരിടുന്നെങ്കിൽ, അതൊരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ പരാതി തന്നെ ഒരു ട്രോമയായി മാറുന്ന അവസ്ഥ അങ്ങനെ കടന്നു പോകുന്നുവെങ്കിൽ ഒരു സാധാരണ സ്ത്രീക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സാർ നേരത്തെ ചൂണ്ടിയായിട്ട് ഈ അവൾക്കൊപ്പം എന്ന ആ മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യം LDF സർക്കാരിൻ്റെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എത്രമാത്രം കപടമായിരുന്നു, WCC മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എത്രമാത്രം കപടമായിരുന്നു എന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന ഒന്നാണ് ആശാ ചി ജോസഫിൻ്റെ അനുഭവം എന്നാണ് ആ അഭിമുഖം കാണുമ്പോൾ തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത്, ഇപ്പോൾ അക്കാദമിയിൽ ഇതിനു മുമ്പും ഒരു അക്കാദമി ചെയർമാനെതിരെ സമാന ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അവരുടെ പ്രായം, അവരുടെ പദവി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അവർ കരുതിയതെന്നാണ്. അപ്പോൾ അവർക്കതുണ്ടായി എന്നുള്ളത് അവർക്കൊരു ട്രോമയാണ്. മറ്റൊന്ന്, ഇത് പരാതി കൊടുക്കണമോ വേണ്ടയോ എന്ന് അവർ കൺഫ്യൂസ്ഡായി. അവർ ആ പരാതി കൊടുത്തു കഴിഞ്ഞ് FIR ഇടാൻ വൈകുന്നു. FIR ഇടുന്നത് എപ്പോഴാണ്? പരാതി ലഭിച്ചു, ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് ശേഷമാണ് FIR ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ അതെന്താവുമായിരുന്നു? അതിനിടയിൽ തന്നെ അവരോട് എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യണം എന്ന അർത്ഥത്തിലുള്ള സതുപദേശങ്ങൾ ചുറ്റുപാടിൽ നിന്ന് ലഭിച്ചു എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതൊരു കോമൺ പ്രാക്ടീസാണ് ഇത്തരം കേസുകളിൽ എന്നുകൂടിയാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, ജാമ്യം ലഭിച്ച കാര്യം. ജാമ്യം ലഭിച്ചത് ഒരിക്കലും ഭരണകൂടത്തിൻ്റെ സഹായമില്ലാതെ ആ ജാമ്യം ലഭിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ആ സിസ്റ്റം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ സഹായമില്ലാതെ ആ ജാമ്യം ലഭിക്കില്ലായിരുന്നു. കാരണം ജാമ്യമില്ലാ കുറ്റം ചാർത്തിയാണ് FIR ഇട്ടുള്ളത്. എന്നിട്ടും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ലഭിച്ചുവെങ്കിൽ ആ പ്രതിക്ക് സിസ്റ്റത്തിൻ്റെ സഹായമുണ്ട് എന്നുകൂടിയാണ് അവർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അവർ വളരെ ഫിലോസഫിക്കലായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ആ പൊളിറ്റിക്സ് വളരെ കൃത്യതയോടുകൂടിയാണ് പറയുന്നത്. ഭരണകൂടം ചെയ്യേണ്ട പണി എന്താണ്? സ്ത്രീക്ക് പൊതുയിടങ്ങളിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ, അവർക്ക് ഇറങ്ങി നടക്കാൻ ഉള്ള അവസരമുണ്ടാക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവിടെ പരാജയപ്പെട്ട ഒരു ഭരണകൂടം അവൾക്കൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യം അവരുടെ അക്കൗണ്ടബിലിറ്റി മറച്ചു വയ്ക്കുന്ന ഒന്നായി മാറുന്നു എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനർത്ഥം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമയമായതുകൊണ്ടും മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നതുകൊണ്ടും മാത്രമാണ് FIR ഇടേണ്ടി വന്നത്, FIR ഇടാൻ നിർബന്ധിതരായതെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്ന ആകത്തുക. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ, സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളോടുള്ള നിലപാടെന്താണ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അഭിമുഖകാരൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ഭരണകൂടം എത്ര വിജിലൻ്റായിട്ടാണ് ഇടപെട്ടത്? അർദ്ധരാത്രി ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി പിന്നീട് ജാമ്യത്തിലിറങ്ങുകയാണ് ചെയ്തത്. അത്തരമൊരു വിജിലൻസ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങളെ ഈ ഭരണകൂടം അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ വളരെ പ്രൊയാക്റ്റീവായിട്ട് ഇടപെടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇരകളോടുള്ള ഐക്യദാർഢ്യമല്ല, പകരം ആ കേസിലെ പ്രതികളോടുള്ള ദ്വേഷമോ രാഗമോ ആണ്. PT കുഞ്ഞു മുഹമ്മദിനോട് ഈ സർക്കാരിന് പ്രത്യേകിച്ച് ദ്വേഷമില്ല, രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഷ്ട്രീയ വൈരാഗ്യമുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നു? പ്രൊയാക്റ്റീവായിട്ട് ഇടപെടുന്നു, മറ്റിടത്ത് ജാമ്യം ലഭിക്കാവുന്ന വിധം സിസ്റ്റം അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സ്ത്രീകളോടുള്ള അക്രമത്തെ ഈ സർക്കാർ എന്തായിട്ടാണ് കാണുന്നത്? അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന വെറും വെപ്പണായിട്ട് മാത്രം കാണുന്നു എന്നാണ് ആശാ ചി ജോസഫ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് എന്നാണ് അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും സ്ത്രീകൾക്കൊപ്പം എന്ന നിലപാടിൽ സർക്കാർ ഒന്നുകൂടി ഇരുത്തി ആലോചിക്കട്ടെ. ഇതുപോലെയുള്ള നിരവധി പരാതികൾ ഉയർന്നു വന്നപ്പോഴൊക്കെ അതിലൊക്കെ എത്രത്തോളം മാന്യമായും സിൻസിയറായുമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നൊന്നുകൂടി ആലോചിക്കട്ടെ ഈ വെളിപ്പെടുത്തലോടുകൂടി.